നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിന് പിന്നിൽ അമ്പലപ്പുഴയിലെ 10-15 പേരാണെന്ന മുൻ മന്ത്രിയും CPM നേതാവുമായ G സുധാകരൻ. പാർട്ടിക്ക് സൈബർ പോരാളികളില്ല, അവർ പാർട്ടി വിരുദ്ധരാണെന്നും സുധാകരൻ വ്യക്തമാക്കി. പാർട്ടിയുടെ ശക്തി പാർട്ടി മെമ്പറാണ്. KPCCയുടെ പരിപാടിയിൽ പങ്കെടുത്തതിൽ തെറ്റില്ലെന്നും G സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലഹരിക്കടത്തിന് കേരളത്തിൽ സംരക്ഷണം നൽകുന്നത് CPM ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കളമശ്ശേരി പോളിടെക്നിക്കിൽ ലഹരിക്കടത്തിന് പിന്നിൽ SFI ആണ്. SFI നേതാവ് പിടിയിലായാൽ തങ്ങൾ മിണ്ടാതിരിക്കണോ എന്നും VD സതീശൻ ചോദിച്ചു. കേരളം മുഴുവൻ ലഹരി മരുന്നാണെന്ന് ഇപ്പോഴാണ് സർക്കാർ അറിയുന്നതെന്നും VD സതീശൻ ആരോപിച്ചു. കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിലെ ഗാനമേളയിലെ വിപ്ലവ ഗാനം വിവാദമായതിന് പിന്നാലെ പ്രതികരണവുമായി ഗായകൻ അലോഷി ആദം എത്തിയിരിക്കുകയാണ്. ആളുകളുടെ ആവശ്യപ്രകാരമാണ് താൻ പാട്ടുകൾ പാടുന്നത്. ഒരു കലാകാരൻ എന്ന നിലയിൽ അത് തന്റെ ഉത്തരവാദിത്വമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല തന്നെ പരിപാടിക്ക് ക്ഷണിച്ചത്, ക്ഷേത്രം ഭാരവാഹികളാണ്. ഇത് തീരുമാനിച്ചു പാടിയ പാട്ടല്ലെന്നും ഇങ്ങനെയൊന്നും അവിടെ പാടാൻ സാധിക്കില്ലെന്ന് താൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ വരില്ലായിരുന്നു എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവുമായി ബന്ധപ്പെട്ട് KC നേതാവിന്റെ പങ്ക് അന്വേഷിക്കുമെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും തൃക്കാക്കര SP PV ബേബി. കഞ്ചാവ് എത്തിച്ചതിനു പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ സാധിക്കൂ എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. കേസിൽ പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചു നൽകിയത് ഇവരാണെന്നും മുറിയിൽ താമസിച്ചിരുന്ന മറ്റു 2 പേരുടെ പങ്ക് അന്വേഷിക്കുമെന്നും SP അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷാ വീഴ്ച. ആശുപത്രിയിൽ നിന്ന് ശരീരഭാഗങ്ങൾ മോഷ്ടിച്ചു. രോഗനിർണയത്തിനായി അയച്ച ശരീരഭാഗങ്ങളാണ് മോഷണം പോയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആക്രി വിൽക്കുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പത്തോളജി വിഭാഗത്തിൽ നിന്നും പരിശോധനയ്ക്ക് അയച്ച ശസ്ത്രക്രിയാ ശരീരഭാഗങ്ങളാണ് ആക്രിക്കാരൻ മോഷ്ടിച്ചത്. 17 രോഗികളുടെ സ്പെസിമനാണ് മോഷണം പോയത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും നിർമ്മാണവും തടയാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും നിർമ്മാണവും തടയാനാണ് നിർദ്ദേശം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകി. വാണിജ്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇടയ്ക്കിടെ പരിശോധന നടത്തണമെന്നാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാബ്ദാറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. കണ്ണൂർ പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ സംഘർഷം. സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് 6 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വാരിയലിന് പരിക്കേറ്റ ഹിന്ദി 1-ാം വർഷ വിദ്യാർത്ഥി അർജുനെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 3-ാം വർഷ വിദ്യാർത്ഥികൾ ആസൂത്രണം ചെയ്ത് മർദ്ദിച്ചു എന്നാണ് 1-ാം വർഷ വിദ്യാർത്ഥി പരാതി പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജിൽ മണിക്കൂറോളമാണ് സംഘർഷാവസ്ഥ നിലനിന്നത്. പിന്നീട് പോലീസ് എത്തിയാണ് സാഹചര്യം ശാന്തമാക്കിയത്. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ ഭൂമിയിലെത്തിക്കാനുള്ള ദൗത്യവുമായി SpaceX Crew 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടു. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് SpaceX Crew 10 വിക്ഷേപിച്ചത്. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 4:30-നാണ് 4 ബഹിരാകാശ സഞ്ചാരികളുമായി പേടകം പുറപ്പെട്ടത്. നാളെ രാവിലെ 9 മണിക്കാണ് ഗ്രൂപ്പ് 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുക. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന 9 സംഘത്തിലെ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ കൊണ്ടുവരാനാണ് ക്രൂവിന്റെ പ്രധാന ലക്ഷ്യം. ഡ്രോണുകളുടെ ചൈനീസ് ഘടകങ്ങൾ നിയന്ത്രിക്കാൻ ഒരുങ്ങി പ്രതിരോധ മന്ത്രാലയം. സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോണുകളിലെ ഘടകങ്ങൾ നിയന്ത്രിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം തയ്യാറെടുക്കുന്നത്. ആർമി ഡിസൈൻ ബ്യൂറോ തയ്യാറാക്കിയ മാർഗരേഖ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ ഉൽപ്പന്നങ്ങളെയും ഡ്രോണുകളെയും പ്രോത്സാഹിപ്പിക്കുക, ചൈനീസ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പുതിയ നീക്കം. തന്റെ ജീവിതത്തിൽ മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് സ്പിന്നർ വരുൺ ചക്രവർത്തി. 2021 UAE നടന്ന T20 ലോകകപ്പിലെ മോശം പ്രകടനത്തിലാണ് തനിക്ക് ഭീഷണി സന്ദേശങ്ങൾ എത്തിയത്. ആരാധകർ തന്നെ പിന്തുടർന്ന് ചെന്നൈയിലെ വീടിന് ഗേറ്റിന് മുന്നിൽ വരെ എത്തിയെന്നും താരം പ്രതികരിച്ചു. കൂടാതെ ഭീഷണി കോളുകളും വന്നിരുന്നു. ചിലപ്പോഴൊക്കെ ഒളിക്കേണ്ട അവസ്ഥകളും ഉണ്ടായെന്നാണ് വരുൺ ചക്രവർത്തി വെളിപ്പെടുത്തിയത്. ചാമ്പ്യൻസ് ട്രോഫിയിലെ വിജയത്തിന് ശേഷമായിരുന്നു വരുണിന്റെ ഈ പ്രതികരണം.